വാതിലും തുറന്ന് വരുന്നത് ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കാനാണ്. അപ്പം ചിക്കനാണ് മേടിച്ചത്. ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ വരട്ടി വരട്ടി എടുക്കാനാണ് പരിപാടി. അതിനുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സവാള, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് വഴന്ന് വരണം. ഉള്ളി എന്ന് പറഞ്ഞാൽ സവാളയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ തക്കാളി 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതും കൂടി സോഫ്റ്റായിട്ട് വരണം. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, അതിൽ തന്നെ വെള്ളം വരും. അപ്പം ഇളക്കി 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 ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് നല്ല മല്ലിയിലയും കൂടി തൂകി അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് ചമ്മന്തിയും കൂടി ഉണ്ടാക്കാൻ തേങ്ങ ചിരകിയിട്ടുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളി, പുളി, കറിവേപ്പില ഇതൊക്കെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളക് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഒരു കളറ് മാറ്റം വരുമ്പം അങ്ങ് എടുത്തിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പുറത്ത് തുണി ആറിയിടാൻ വേണ്ടി പോയതാണ്. നല്ല മഴക്കാറും മഴപ്പാറ്റലൊക്കെ ഉണ്ട്. മുറ്റത്ത് തുണി ആറിയിടാൻ പറ്റൂല എന്ന് മനസ്സിലായി. പിന്നെ കാർപോർച്ചിലങ്ങ അങ്ങിട്ട് പിന്നെ ഇതെന്ത് ചെയ്യാനാ. പിന്നെ ഇതാ ഞാൻ ഇടിക്കലിൽ കുറച്ച് കാന്താരി ഇട്ട് ചതച്ചിട്ടുണ്ട്. എന്നിട്ട് തൈരിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാന്താരി തൈരിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോഴേക്ക് ഇച്ച ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കഞ്ഞിയാണ്. അപ്പോൾ ഒരു മൺചട്ടിയേ ഇല്ലൂ, അതുകൊണ്ട് ആ മൺചട്ടിയിൽ കഞ്ഞി വിളമ്പിയിട്ടുണ്ട്. ഇച്ചാക്ക് സാധാ പ്ലേറ്റ് അങ്ങ് കൊടുത്തു കേട്ടോ. പിന്നെന്താ ചെയ്യുക, ഒരു ചട്ടിയിലല്ലേ വിളമ്പാൻ പറ്റും. അപ്പോൾ ഞാനതാ കഞ്ഞി കുടിക്കുകയാണേ. ചൂട് കഞ്ഞിയിലേക്ക് ചമ്മന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാന്താരി ഉടച്ച തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ വരട്ടിന്ന് നല്ല 2 ചിക്കൻ നോക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുളകും കൂടി കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി കൂട്ടി കുഴച്ചൊന്ന് വായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ആലോചിക്കുമ്പോൾ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് കഴിക്കട്ടെ. ഫസ്റ്റ് തന്നെ ഞാൻ കാന്താരി അങ്ങ് കടിച്ചു കേട്ടോ. വല്ലാത്ത എരിവായിരുന്നു. അപ്പോൾ എരിവ് അധികം ശീലമില്ലാത്തതുകൊണ്ടാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ടുണ്ടാവുമേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. ബൈ ബൈ, ടാറ്റാ.